ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സൂവൂസ് കിച്ചൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു സോയ പെപ്പർ ഫ്രൈ ആണ് കേട്ടോ. സോയയുടെ ഒരു പ്രത്യേകത നിങ്ങൾക്ക് അറിയാലോ. അതിനങ്ങനെ പ്രത്യേകിച്ച് ടേസ്റ്റ് ഒന്നും നമുക്ക് പറയാനില്ലെങ്കിലും നമ്മൾ എന്ത് മസാലയാണോ ചേർത്ത് കൊടുക്കുന്നത് അതൊക്കെ പെട്ടെന്ന് അബ്സോർബ് ചെയ്ത് നല്ലൊരു ടേസ്റ്റിലേക്ക് മാറ്റിയെടുക്കാൻ പറ്റാവുന്ന ഒരു സാധനമാണ് സോയ. അപ്പം നമുക്ക് ഇന്നൊരു അടിപൊളി ടേസ്റ്റിൽ ഒരു സോയ പെപ്പർ ഫ്രൈ ഉണ്ടാക്കി നോക്കിയാലോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്കപ്പോൾ റെസിപ്പിയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് നമ്മൾ സോയ പെപ്പർ ഫ്രൈ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടി ഞാനിവിടെ 100 ഗ്രാം സോയ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നല്ല ചൂടാക്കിയ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഈ സോയ ഇതിലൊരു 30 മിനിറ്റ്സ് ഇങ്ങനെ ഇരിക്കട്ടെ. എന്നിട്ട് നന്നായിട്ട് നമുക്ക് പച്ചവെള്ളത്തിലും കൂടെ വാഷ് ചെയ്തെടുക്കണം. 2 തവണ പച്ചവെള്ളത്തിലും കൂടി വാഷ് ചെയ്താലേ ഇതിൻ്റെ ആ ഒരു സ്മെല്ല് പോയി കിട്ടുള്ളൂ. ഇതിപ്പോൾ നമുക്ക് ഇങ്ങനെ അടച്ച് വെക്കാം. ഞാൻ 30 മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ അതിൽ നിന്ന് ആ വെള്ളത്തിൽ നിന്ന് ഇത് മാറ്റി നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. 2 തവണ പച്ചവെള്ളത്തിലും കൂടി കഴുകിയിട്ടുണ്ട്. അങ്ങനെ ഇതിങ്ങനെ 4ആയിട്ട് ഒരെണ്ണത്തിന് 4ആയിട്ട് എടുത്തിട്ടുണ്ട്. ഇങ്ങനെ കീറി എടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് എല്ലാം ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഇത് നമുക്കിനി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ ഒരു അര തക്കാളി, ഒരു മീഡിയം ടൈപ്പ് തക്കാളിയാണ് കേട്ടോ. അതിൻ്റെ പകുതി ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു 1/4 ടീസ്പൂൺ, കുറച്ചേ ഉള്ളൂ കേട്ടോ, ഇത് മുളക് പൊടി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരല്പം മഞ്ഞൾപ്പൊടി, അതും വളരെ കുറവേ ഉള്ളൂ കേട്ടോ, 2 നുള്ളെന്നൊക്കെ പറയാം. അങ്ങനെ ഇട്ട് കൊടുക്കുക. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിടുമ്പോഴും വളരെ ശ്രദ്ധിക്കണം, പെട്ടെന്ന് ഉപ്പ് ഇതിൽ കൂടുതലാവും. അപ്പോൾ ഒരല്പം ഉപ്പ് മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഇനി അതിലേക്ക് ഒരു അരക്കപ്പ് വളരെ കുറച്ച് ഇത് അടുക്കി പിടിക്കാതിരിക്കാനുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്കിത് കുക്കറിലൊന്ന് വേവിച്ചെടുക്കാം. ഞാനത് കുക്കറിലേക്ക് ഇപ്പോൾ ഇട്ടിട്ടുണ്ട്. ഇനി ഇതൊരു ഒറ്റ വിസിൽ കേട്ടാൽ മതി കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒറ്റ വിസിൽ കേട്ട് കഴിഞ്ഞാൽ നമുക്കത് ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ അടുത്ത പ്രൊസീജിയറിലേക്ക് കിടക്കാം. അപ്പോൾ ഞാൻ മസാല ഉണ്ടാക്കാൻ വേണ്ട ഐറ്റംസ് എല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതൊരു 2 വലിയ സവോള നീളത്തിലരിഞ്ഞ് കനം കുറച്ചരിഞ്ഞത്, ഇതൊരു 7 വെളുത്തുള്ളിയും ഒരു കുഞ്ഞ് കഷ്ണം ഇഞ്ചിയും കൂടി ചതച്ച് വെച്ചത്, 2 പച്ചമുളക്, ഒരു ചെറിയൊരു തക്കാളി അരിഞ്ഞു വെച്ചിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ മസാലകളെല്ലാം ഞാൻ ഇടുന്ന സമയത്ത് കറക്റ്റ് അളവ് പറയാം. ഇനി നിങ്ങൾ ഉണ്ടാക്കി നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അളവിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും സംശയം വരികയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി കേട്ടോ. ഞാൻ കറക്റ്റ് അളവ് അതിൽ എഴുതുന്നുണ്ട്. ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണം കേട്ടോ, അതാണ് കുറച്ചുകൂടി ടേസ്റ്റ്. നമ്മളുടെ സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഓയിൽ ഉപയോഗിക്കുമ്പോൾ ഇത്ര ടേസ്റ്റ് കിട്ടില്ല. ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കുകയാണ്. കടുക് പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ച ജിഞ്ചർ ഗാർലിക് ഉണ്ടല്ലോ, അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണേ. ഇതിൽ കിടന്ന് ഒന്ന് മൂത്ത് വരട്ടെ. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ 2 ഉണക്കമുളക്, എന്താ 2 കഷ്ണം പട്ട, 2 ഗ്രാമ്പു. ഇതിൽ കൂടുതൽ വേണ്ട കേട്ടോ, ഇത്ര തന്നെ കറക്റ്റ്. ഇത് ഇട്ട് കൊടുക്കാം. ഗ്രാമ്പു ഒന്ന് പൊട്ടി വന്നപ്പോൾ ഞാൻ കുറച്ച് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് ഒന്ന് ഇതിൽ കിടന്ന് മൂക്കട്ടെ. നാളികേരക്കൊത്തും ഒന്ന് മൂത്തിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ അരിഞ്ഞ് വെച്ച 2 വലിയ സവോള, നിങ്ങളുടെ കയ്യിൽ മീഡിയം ടൈപ്പ് ആണെങ്കിൽ 3 സവോള എടുക്കാം കേട്ടോ, ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ഇവിടെ കിടന്ന് നന്നായിട്ട് മൂക്കട്ടെ. സവോള ഇവിടെ നല്ല കറക്റ്റ് മൂപ്പായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ മസാലപ്പൊടികൾ ചേർക്കാൻ പോവാണ്. ഞാനിവിടെ 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇത് മീറ്റ് മസാല, 1 ടീസ്പൂൺ മീറ്റ് മസാല. നിങ്ങളുടെ കയ്യിൽ മീറ്റ് മസാല ഇല്ലയെന്നുണ്ടെങ്കിൽ ചിക്കൻ മസാല ഉണ്ടെങ്കിൽ അത് ചേർക്കാം. ഇനി അതും ഇല്ലെങ്കിൽ ഗരം മസാലപ്പൊടി 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അതുപോലെ തന്നെ ഇത് മല്ലിപ്പൊടി, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി,
ഇത് പെരിഞ്ജീരകത്തിൻ്റെ പൊടി, 1 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി, അതും ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, മുളകുണ്ടല്ലോ ഇങ്ങനെ ചില്ലി ഫ്ലേക്സ് എന്ന് പറയുന്നത്, അത് 1/2 ടീസ്പൂൺ. ഇത് രണ്ടും 1/2 ടീസ്പൂൺ വെച്ച് ഇടുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഇതിൽ കിടന്നൊന്ന് മൂക്കട്ടെ. പ്രഷറൊക്കെ പോയി നമുക്ക് നോക്കാം. ഇതാ അത് കറക്റ്റ് വെള്ളമൊക്കെ വറ്റി കറക്റ്റായിട്ടിരിക്കുന്നുണ്ട്. ഇതിനി നമുക്ക് ഈ മസാല ഇപ്പം ഇത് മസാലയൊക്കെ ഇവിടെ മൂത്തിട്ടുണ്ട്. ഈ സമയത്ത് ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ഒഴിച്ച വെള്ളം കറക്റ്റായിരുന്നു, ഇതിലൊട്ടും തന്നെ അടിയിൽ വെള്ളം വന്നിട്ടില്ല. തക്കാളി ഉണ്ടല്ലോ, ഒരു ചെറിയ തക്കാളിയും 2 പച്ചമുളകും, അതും കൂടി ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നമ്മൾ ഉപ്പ് കറക്റ്റ് ഉണ്ടോയെന്ന് ചെക്ക് ചെയ്യാം. ഉപ്പ് ഞാനിപ്പോൾ നോക്കിയപ്പോൾ കുറച്ച് കുറവുണ്ട്, നമ്മൾ കുറച്ചല്ലേ ഇട്ട് കൊടുത്തുള്ളൂ. അപ്പോൾ ഇതാ ഒരല്പം കൂടി ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മളെ ഈ ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം. എന്നിട്ട് ഇതൊരു നമുക്ക് നല്ല മീറ്റ് പോലെ തന്നെ വരട്ടിയെടുക്കണമെങ്കിൽ ഒരു 15 മിനിറ്റ്സെങ്കിലും ചുരുങ്ങിയതെടുക്കും. അപ്പോൾ തിരക്ക് പിടിച്ച് നമുക്കിത് ചെയ്യാൻ പറ്റില്ല. ഇതിങ്ങനെ തീയിലിട്ടിട്ട് പതുക്കെ ഇളക്കി കൊടുക്കാൻ ഏതെങ്കിലും ചില സമയത്ത് എന്നിട്ട് ഇതിനെ നന്നായിട്ട് നമുക്ക് മൂപ്പിച്ചെടുക്കാം. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ ഇളക്കി കൊടുക്കണ്ടായിരുന്നു. ഇപ്പോൾ ഒരു ഏകദേശം ഒരു 20 മിനിറ്റ്സിൻ്റെ അടുത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിന് ഇങ്ങനെ ആക്കിയെടുക്കാനായിട്ട്. അപ്പോൾ ചെറിയ തീയിലിട്ട് കുറച്ച് സമയം എടുത്ത് തന്നെ ഇത് ചെയ്യണം. പെട്ടെന്ന് ചെയ്യാൻ നോക്കിയാൽ ഇത് നടക്കില്ല. അപ്പോൾ ഇപ്പം ഇവിടെ നല്ല റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട് നമ്മളുടെ സോയ. മീറ്റൊക്കെ പോലെ ഉണ്ടല്ലേ. ഇതിലേക്ക് ലാസ്റ്റായിട്ട് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കണം. അതുപോലെ തന്നെ ഒരല്പം 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. പിന്നെ അരിഞ്ഞു വെച്ച മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുക. ഇപ്പം നമ്മളുടെ സോയ പെപ്പർ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളെ സോയ പെപ്പർ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഉണ്ടാക്കാനൊക്കെ വളരെ എളുപ്പമാണ്, പക്ഷെ ഒരു ഇത്തിരി സമയം എടുത്ത് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. ഇത് ഭയങ്കര സോയ എന്ന് പറഞ്ഞാൽ ഒരു പ്രോട്ടീൻ റിച്ച് ഫുഡാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ വളരെ നല്ലതാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് എഴുതാൻ മറക്കരുത്. അടുത്ത വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ് സൂസ് കിച്ചൺ.